അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ 1936 ഡിസംബർ 17 ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിക്കുന്നത്. 1969 വൈദികനായത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: എൻ്റെ മഹത്തായ സന്തോഷം ഞാനൊരു വൈദികനായി എന്നുള്ളതാണ്. അർജന്റീനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ റെയിൽവേ ജീവനക്കാരൻ്റെ മകനായി ജനിച്ച ബെർഗോളിയോ എന്ന എന്നെയും ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്നിലെ അളവറ്റ അതിശയമാണ്. എൻ്റെ എന്നുമുള്ള പ്രാർത്ഥന ഒന്നു മാത്രമാണ്: തമ്പുരാനെ, എൻ്റെ തിരഞ്ഞെടുപ്പ് എന്നും എൻ്റെ ഉള്ളിൽ ഒരു അതിശയമായി തന്നെ നിലനിൽക്കണമേ എന്ന്. വലിയവനായ ദൈവം അയോഗ്യരായ നമ്മെയും തൻ്റെ മഹത്വകരമായ വേലയ്ക്കായി തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്നിലും നമ്മളെല്ലാവരിലും എന്നും നിലനിൽക്കേണ്ട ഒരു അതിശയം തന്നെയാണ്. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 17 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യമായി 24-ാം വാക്യം ഞാൻ വായിക്കുന്നു: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്ക് ഉള്ളൂ. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അയോഗ്യരാകുന്ന ഞങ്ങളെ വിശ്വസ്തരെന്നെണ്ണി ഈ മഹത്വകരമായ ശുശ്രൂഷയുടെ പങ്കാളികളാക്കി തീർക്കുവാൻ അങ്ങയ്ക്ക് കരുണ തോന്നിയതോർത്ത് സ്തോത്രം. ഇന്ന് കശീശാസ്ഥാനത്തേക്ക് നിയോഗിതരായിരിക്കുന്ന ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയുടെ മഹത്വത്തെ തിരിച്ചറിയുവാനും അതിൻ്റെ ഉള്ളിൽ ഉൾച്ചേർന്നിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് ബോധ്യപ്പെടുവാനും അതിനായി ഞങ്ങളിൽ ഉണ്ടാകേണ്ട സമർപ്പണത്തെക്കുറിച്ച് ആഴമായി ദൈവമേ ചിന്തിക്കുവാനും ഞങ്ങളെ തന്നെ അതിനായി നിൻ്റെ മുമ്പാകെ സമർപ്പിക്കുവാനും ഈ വചനധ്യാനവും ശുശ്രൂഷയും മുഖാന്തരമാകണമേ. ബലഹീനാകുന്ന അടിയനെ ക്രൂശൻ്റെ മറവിൽ മറച്ചുകൊള്ളണമേ. മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. 1998 ജനുവരി മാസം 12-ാം തീയതി രാവിലെ 7:30 മണി എൻ്റെ മാതൃഇടവകയായ ചാത്തനു ക്രിസ്തുസ് മാർത്തോമ പള്ളിയിൽ എൻ്റെ കശീശ പട്ടങ്ങളുടെ ശുശ്രൂഷ നടക്കുകയാണ്. അഭിവന്യ തീഡോഷ്യസ് തിരുമേനിയാണ് കാർമ്മികൻ. വചന ശുശ്രൂഷയുടെ സമയമായി. ഏറെ പ്രാർത്ഥനയോടെ ഈ ഷമ്മാശന്മാരെ പോലെ ഞാനും ആ പള്ളിയിലെ മദ്ബഹയിൽ ഇങ്ങനെ വചനം കേൾക്കുവാൻ കാത്തിരുന്നു. ചാക്കോപ്പി ജോർജച്ചനാണ് വചന ശുശ്രൂഷ നിർവഹിച്ചത്. അച്ഛൻ അന്ന് പ്രസംഗിച്ചത് ഇതേ വേദഭാഗം തന്നെയാണ്. 27 വർഷങ്ങൾക്ക് ശേഷം ഈ വേദഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ പ്രിയ ഷമ്മാശന്മാരോടൊപ്പം എൻ്റെ നിയോഗ വഴികളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനുള്ള ഒരവസരമായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ്. വിശ്രമരഹിതമായി ശുശ്രൂഷയിൽ ആണ് പൗലോസ് ഇപ്പോൾ. പെന്തക്കോസ്ത് നാളിന് മുമ്പ് യെരുശലേമിൽ എത്തണം. മിലിത്തോസിൽ കപ്പലിറങ്ങി. എഫെസോസ് വരെ പോകാൻ സമയം അനുവദിക്കുന്നില്ല. സമയം നഷ്ടപ്പെടാതിരിക്കാൻ എഫെസോസിലെ മൂപ്പന്മാരെ മിലിത്തോസിലേക്ക് പൗലോസ് വിളിച്ചു വരുത്തുകയാണ്. അവരോടുള്ള പൗലോസിൻ്റെ വിടവാങ്കൽ സന്ദേശമാണിത്. താൻ ഏറെ സ്നേഹിച്ച വിശ്വാസികളുടെ മുമ്പിൽ, മൂപ്പന്മാരുടെ മുമ്പിൽ പൗലോസ് നിൽക്കുകയാണ്. ഒട്ടും കലർപ്പില്ലാതെ, തികച്ചും വ്യക്തിപരമായി, ഏറെ വികാരാധീനനായി പൗലോസ് വിട ചൊല്ലുകയാണ്. അതൊരു പ്രസംഗമായിരുന്നില്ല. ഒരപ്പൻ മക്കളോട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് പോലെ പൗലോസ് തൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കിടുകയായിരുന്നു. 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തത് നിങ്ങൾ മറക്കരുത് എന്നാണ്. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെടുന്ന ഒരു അപ്പോസ്തോലൻ്റെ, ഒരു ശുശ്രൂഷകൻ്റെ, വൈദികൻ്റെ ജീവിതവും ശുശ്രൂഷയും എപ്രകാരമായിരിക്കണമെന്ന് സ്വന്തം ജീവിതത്തെ തന്നെ ദൃഷ്ടാന്തമാക്കി പൗലോസ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സ്വന്തം ജീവിതത്തെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി അവതരിപ്പിക്കുന്നതിനേക്കാൾ ഭാഗ്യകരമായ
മറ്റൊരു സാക്ഷ്യം ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം. പൗലോസ് പകർന്നു വയ്ക്കുന്ന ശുശ്രൂഷയുടെ 3 മാതൃകകൾ വളരെ ചുരുക്കമായി പങ്കുവയ്ക്കട്ടെ. 1, ജീവിതം സന്ദേശമാക്കി മാറ്റിയ പൗലോസ് അപ്പോസ്തലൻ. പോൾ ഹു മെയ്ഡ് ഹിസ് ലൈഫ് എ ലിവിങ് സർമൺ. സ്വന്തം പ്രാണനേക്കാൾ സുവിശേഷത്തെയും ശുശ്രൂഷയെയും വിലയുള്ളതായി എണ്ണിയവനാണ് പൗലോസ്. 24-ാം വാക്യത്തിൽ അത് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെയോ എനിക്കായി പ്രാണൻ വെടിഞ്ഞ് കർത്താവും അവൻ്റെ സുവിശേഷവുമാണ് എൻ്റെ മുമ്പിൽ വിലയേറിയതായി ഞാൻ കണക്കാക്കുന്നത്. കൂടാതെ ഈ ശുശ്രൂഷ എൻ്റെ തിരഞ്ഞെടുപ്പേയല്ല, എൻ്റെ തിരഞ്ഞെടുപ്പ് മറ്റൊന്നായിരുന്നു. തിമോഥെയോസിനോട് പൗലോസ് അത് 1 തിമോഥെയോസ് 1:13 പറയുന്നുണ്ട്. ദൂഷകൻ, ഉപദ്രവി, നിഷ്ഠൂരൻ, ദൈവസഭയെ മുച്ചൂട് മുടിക്കാൻ അധികാരപത്രം കരസ്ഥമാക്കി അതിനായി കാത്തിരുന്നവൻ. എന്നാൽ ദൈവസഭയുടെ നാശം കാത്തിരുന്ന എന്നെയും ഈ സഭയുടെ പണിക്കാരനാക്കി തീർത്ത ദൈവത്തിൻ്റെ കൃപ. പൗലോസ് പറയുന്നത്, ഇത് യേശു തന്ന ശുശ്രൂഷയാണ്, ഇത് എൻ്റെ ചോയ്സ് അല്ല, തമ്പുരാൻ്റെ നിയോഗമാണ്. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളുടെ ഇടയിൽ ഞാൻ എങ്ങനെ ജീവിച്ചു. എഫെസോസിലെ ജനങ്ങൾ കേട്ട അല്ല, അവർ കണ്ട പ്രസംഗം പൗലോസിൻ്റെ ജീവിതം തന്നെയായിരുന്നു. പോൾ വാസ് എ വാക്കിംഗ് സെർമൺ. ജീവിക്കുന്ന സാക്ഷിയായി, ജീവിക്കുന്ന സാക്ഷ്യമായി ജനങ്ങളുടെ ഇടയിൽ പാർത്ത പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജീവിതം കൊണ്ട് പ്രസംഗത്തിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ച ഭക്തൻ. എഫെസോസിലെ 3 വർഷത്തെ തൻ്റെ ശുശ്രൂഷയുടെ അകമ്പടി എന്തായിരുന്നുവെന്ന് പൗലോസ് 19-ാമത്തെ വാക്യത്തിൽ വിശദമാക്കുന്നുണ്ട്. എൻ്റെ അകമ്പടി 3 കാര്യങ്ങളാണ്. 1, താഴ്മ, ഹ്യൂമിലിറ്റി. 2, കണ്ണുനീർ, ടിയേഴ്സ്. 3, കഷ്ടങ്ങൾ, ട്രയൽസ്. ഇത് 3ഉമായിരുന്നു എൻ്റെ ശുശ്രൂഷയുടെ അകമ്പടി. താഴ്മയുടെ അകമ്പടി. തോമാ പ്രവിശ്യയുടെ തലസ്ഥാന നഗരിയായിരുന്നു എഫെസോസ്. എന്നാൽ ആ സമ്പന്നമായ പട്ടണത്തിലൂടെ പൗലോസ് സഞ്ചരിച്ചത് താഴ്മയുടെ ഇടവഴികളിലൂടെയാണ്. 1 കൊരിന്ത്യർ 15:10 പൗലോസ് പറയുന്നത്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ മാത്രമാകുന്നു. ഇത് ദൈവകൃപയുടെ ശുശ്രൂഷയാണ്. ഉടയോന്റെ വിരുന്നശാലയിലെ വിളംബകാർ മാത്രമാണ് നമ്മൾ. താഴ്മയോടെ മാത്രം നിറവേറ്റേണ്ടുന്ന വേല. മരിക്കുവോളം ഷമ്മാശന്മാരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അത്യന്ത ശക്തി തമ്പുരാൻ പകർന്നു വെച്ചത് തോൽക്കുടങ്ങളിലല്ല, പിന്നെയോ മൺപാത്രങ്ങളിലാണ്. 99-ാമത്തെ വയസ്സിലും അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു എന്നാണ്. മാക്സിമം പോസിബിൾ ഹ്യൂമിലിറ്റിയാണ്. ഇനിയും കുനിയണമെങ്കിൽ മണ്ണ് മാറ്റണം. 52-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി മാറിയ എബ്രഹാം ലിങ്കൻ ഇപ്രകാരം പറയുന്നു, മൈ പ്രസിഡൻസി ലെറ്റ് മീ ടു മൈ നീസ് എന്നാണ്. താഴ്മയുടെ അകമ്പടിയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. താഴ്മയിൽ അടിസ്ഥാനപ്പെടാത്ത ഒരു ശുശ്രൂഷയും ക്രിസ്തു ശിക്ഷന് ഇല്ല. കണ്ണുനീരിൻ്റെ അകമ്പടിയെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 3 സംവത്സരം രാവും പകലും കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്നത് നിങ്ങൾ മറക്കരുത്. 3 സംവത്സരം എൻ്റെ കണ്ണുനീർ നിങ്ങൾ കണ്ടതാണ്. എഫെസോസിലെ ജനത്തെ കർത്താവിനായി നേടുവാൻ ആത്മഭാരത്തോടെ അധ്വാനിച്ച ഒരു സുവിശേഷകന്റെ കണ്ണുനീർ. നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ വീണ്ടെടുക്കാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ഒരു ഭക്തന്റെ കണ്ണുനീർ. തൻ്റെ അയോഗ്യതയെക്കുറിച്ച് നിരന്തരമായി ബോധ്യപ്പെട്ട് ദൈവത്തിൻ്റെ കരുണയിൽ തന്നെ ആഴമായി ശരണപ്പെട്ട ഒരു വിശുദ്ധന്റെ കണ്ണുനീർ. പൗലോസ് മുഖം മൂടികളില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. വികാരങ്ങളെ, തൻ്റെ ഭാവങ്ങളെ ഒട്ടും മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പച്ചയായ മനുഷ്യൻ. കരയുന്നത് ബലഹീനതയല്ല, പിന്നെയോ അത് ദൈവത്തിൽ ശരണമുള്ളവന്റെ അടയാളമാണ്. റോയൽ കോർട്ട് വിധിയിലൂടെ എല്ലാം നഷ്ടപ്പെട്ട മാർത്തോമാ സഭ, നവീകരണ സഭയുടെ ഏക ആശ്രയമായിരുന്ന തോമസ് അത്താനാസിയോസ് തിരുമേനി
രോഗബാധിതനായി അതിവേഗം കാലം ചെയ്തു. അടക്ക ശുശ്രൂഷയ്ക്ക് മാരാമൺ പള്ളിയിൽ നേതൃത്വം വഹിക്കാൻ ഒരു തിരുമേനിയില്ല. കർത്താവേ, മോശ മരിച്ചപ്പോൾ നീ അവർക്ക് യോശുവയെ ഒരുക്കിയിരുന്നു. ഞങ്ങൾക്കാരുമില്ലല്ലോ എന്ന് കോട്ടൂരേത്ത് യൗസഫ് കസീസയുടെ നെഞ്ചു തകർന്നുള്ള നിലവിളി കൂടി വന്ന പട്ടക്കാരും വിശ്വാസികളും ഒപ്പം നിലവിളിച്ചു. മാരാമൺ പള്ളിയുടെ മതിൽക്കെട്ടിനകം കണ്ണുനീർ തളം കെട്ടി നിന്നു എന്നാണ് TC ചാക്കോ സാർ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർത്തോമാ സഭയുടെ അടിത്തറ പിതാക്കന്മാരുടെ കണ്ണുനീരാണെന്നുള്ള സത്യം നാം ഒരു നാളും വിസ്മരിക്കരുത്. അന്ന് കണ്ണുനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നതെല്ലാം പിന്നെ ദൈവം തന്നതാണ്. ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീർ ശുശ്രൂഷയുടെ കരുത്താണ് എന്നുള്ള ബോധ്യം നമ്മിലെന്നും നിറയപ്പെടട്ടെ. കഷ്ടതയുടെ അകമ്പടിയെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്. എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെയാണ് ഞാൻ കർത്താവിനെ സേവിച്ചത്. എനിക്കുണ്ടായ അസാധാരണമായ കഷ്ടതകൾ മൂലം ഞാൻ കർത്താവിനെ ഉപേക്ഷിച്ചു പോയി എന്ന് പൗലോസ് പറയുന്നില്ല. കഷ്ടതയുടെ അകമ്പടിയിൽ ഞാൻ കർത്താവിനെ സേവിച്ചു എന്നാണ്. ശരീരത്തിലും മനസ്സിലും നിരന്തരമായി ക്ഷതമേറ്റ പൗലോസ് തൻ്റെ കഷ്ടങ്ങളെയെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് മുഖാന്തരമാക്കി തീർത്തു എന്നാണ്. എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അഭിമാനത്തോടെ പൗലോസ് പറഞ്ഞത് 6-ാം അധ്യായം 19-ാം വാക്യത്തിലുണ്ട്. ഐ ആം എൻ അംബാസിഡർ ഇൻ ചെയിൻസ് എന്നാണ്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതി എന്നാണ് പൗലോസ് തന്നെ വിശേഷിപ്പിച്ചത്. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് തിരുമേനിയോടൊപ്പം അല്പസമയം റാന്നി അരമനയിൽ റാന്നി കൺവെൻഷന്റെ സമയത്ത് ചെലവഴിക്കാൻ ഭാഗ്യമുണ്ടായി. തിരുമേനി ചെന്നൈയിൽ ഏറെ നാളത്തെ ചികിത്സ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന സമയമാണ്. വളരെ ക്ഷീണിതനാണ്. എങ്കിൽ പോലും തിരുമേനി സന്ധ്യായോഗങ്ങളിൽ കൺവെൻഷൻ പന്തലിൽ വരുമായിരുന്നു. അരമനയിൽ വെച്ചുള്ള സംഭാഷണ മധ്യേ തിരുമേനി പറയുകയാണ്, ഏറെ വേദനകളിലൂടെ ഞാൻ ഈ നാളുകളിൽ കടന്നു പോകുന്നുണ്ട്. നാം എല്ലാ ഞായറാഴ്ചയും ഏറ്റുപറയുന്ന നിഖ്യാവിശ്വാസ പ്രമാണം മാത്രം മതിയല്ലോ നമ്മുടെ കഷ്ടതകൾക്ക് കരുത്തു പകരാൻ. എന്താച്ചാ നമ്മൾ ഏറ്റുപറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട തിരുഹിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയ കർത്താവ് പോരേജ, അത് മതിയല്ലോ ബലമായി തീരാൻ. വില കൊടുക്കാൻ മനസ്സുള്ളവർക്ക് പൗലോസിന്റെ വാക്കുകൾ ഈ കാലഘട്ടത്തിലും ധൈര്യമായി ഉരുവിടാൻ കഴിയും. രണ്ടാമതായി, ദൈവവചനം സധൈര്യം സമ്പൂർണതയിൽ പ്രഘോഷിച്ച അപ്പോസ്തലനായിരുന്നു പൗലോസ്. പോൾ പ്രീച്ച്ഡ് ഗോഡ്സ് വേർഡ് ഫിയർലെസ്ലി ആൻഡ് ഫുള്ളി എന്നാണ്. 3 സംവത്സരം താൻ നിർവഹിച്ച വചന ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. 20-ാം വാക്യമാണ്. 21-ാം വാക്യം, ദൈവത്തെങ്കലേക്കുള്ള മാനസാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അതായിരുന്നില്ലേ എൻ്റെ പ്രസംഗ വിഷയം. 25-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു നടന്നു. 27-ാം വാക്യം, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനിയും ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്നും പൗലോസ് പറഞ്ഞു. ദൈവവചന ശുശ്രൂഷ ഏറെ വിശ്വസ്തതയോടെ നിറവേറ്റിയ തമ്പുരാന്റെ ഭൃത്യൻ. ഈ വചനം ജീവദായകമായ വചനമാണ്. സകലത്തെയും ഉളവാക്കിയ ദൈവവചനമാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനമാണ്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനം നൽകുന്ന ദൈവവചനമാണ്. കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി തീരുന്ന ദൈവവചനമാണ്. ഏത് മനുഷ്യനെയും വീണ്ടെടുക്കാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ വചനമാണ്. അതൊട്ടും കലർപ്പില്ലാതെ സത്യസന്ധമായി ഭയരഹിതമായി തന്നെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ജനപ്രീതിക്കോ സ്വയപ്രസിദ്ധിക്കോ പ്രശംസയ്ക്കോ അതൊരു നാളും കാരണമാകാൻ പാടില്ല. സത്യസുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി തന്നെ നിലകൊള്ളണം. 3.5 സംവത്സരം
ഇടതടവില്ലാതെ പ്രസംഗിച്ച് യേശു തമ്പുരാന് ഒരു സന്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. രാജാക്കന്മാരോടും പരീശപ്രമാണിമാരോടും പുരുഷാരത്തോടും സന്ദേശത്തിനും മാറ്റമില്ല. ഒറ്റ സന്ദേശമേ ഉള്ളൂ: മാനസാന്തരപ്പെടണം എന്ന സന്ദേശം മാത്രം. ദൈവവചനത്താൽ ബലപ്പെടാൻ കാത്തിരിക്കുന്നവർ, ദൈവശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുന്നവർ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് ഒരു നാളിലും വിസ്മരിക്കരുത്. ആശങ്കകളിൽ ജീവിക്കുന്നവർ, തോൽവി അടയുന്നവർ, വീണുപോകുന്നവർ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ, ഒന്നിലും വിശ്വസിക്കാൻ കഴിയാത്തവർ, കുടുംബജീവിതത്തിൽ തകർന്നു പോകുന്നവർ, കഠിനമായി ഹൃദയം പേറി ജീവിക്കുന്നവർ, മുറിവേറ്റവർ, ഏകാകികൾ, ഭീതിയിൽ ജീവിക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, മരണം കാത്തിരിക്കുന്നവർ, അവരോടൊക്കെ ഈ പുൾപിറ്റിൽ നിന്ന് "Thus says the Lord", യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നുവെന്ന് വിളിച്ചു പറയാൻ നിയോഗിതനല്ലേ ഒരു വൈദികൻ? എല്ലാറ്റിനെയും എല്ലാവരെയും വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തെ പ്രഘോഷിക്കാൻ സിനിമാ കഥകളുടെ അകമ്പടി വേണ്ട പ്രിയരെ. വചനത്തോടുള്ള ആഴമേറിയ പ്രതിബദ്ധതയും മുട്ടുമടക്കാനുള്ള വിനയവും മാത്രം മതി. ബിഫോർ വി സ്റ്റാൻഡ് ബിഫോർ ദി പീപ്പിൾ, ലെറ്റ് us kneel before the Lord എന്നുള്ളത് എത്രയോ സത്യമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉണർവിൻ്റെ കാലങ്ങളിൽ അന്ന് ദേവാലയങ്ങളിൽ പുൾപിറ്റുകളിൽ ഇങ്ങനെ കോറിയിട്ടിരുന്നു, കുറിച്ചു വച്ചിരുന്നു. പുൾപിറ്റിൽ പ്രസംഗിക്കാൻ വരുന്ന വ്യക്തി കാണുന്നത് ഈ തലവാചകമാണ്: "This may be your last sermon." ഇതൊരു പക്ഷേ നിന്റെ അവസാനത്തെ പ്രസംഗമായിരിക്കാം. നാളെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയോ എന്നറിയില്ല. നാളെ പ്രസംഗം കേൾക്കാൻ ഈ ജനം വന്നുവോ എന്നും അറിയില്ല. പൗലോസ് അപ്പോസ്തലനെ പോലെ സധൈര്യം സമ്പൂർണതയിൽ ഈ വചനം നമുക്ക് പ്രഘോഷിക്കാം. ഒരു ചിന്തയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പോൾ, എ വിജിലൻസ് ഷെപ്പേർഡ് ഓവർ സെൽഫ് ആൻഡ് ഷീപ്പ്, തന്നെയും തൻ്റെ ആടുകളെയും ജാഗ്രതയോടെ പാലിച്ച അപ്പോസ്തലൻ. 28-ാം വാക്യമാണ്. പൗലോസ് പറയുന്നു: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെയും മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്. ഇവിടെ വാങ്ങുന്ന പൗലോസ് വിലയേറിയ ഒരു ദൗത്യം കൂടെ മൂപ്പന്മാരെ ഭരമേൽപ്പിച്ചാണ് മടങ്ങുന്നത്. വാച്ച് ഓവർ യുവർ സെൽഫ് ആൻഡ് യുവർ ഫ്ലോക്ക് എന്നാണ്. ആദ്യം സൂക്ഷിക്കേണ്ടത് നമ്മെ തന്നെയാണ്. സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും ഉണർവും ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്ന ഇടയപരിപാലനം. വിശുദ്ധ ജീവിതം തന്നെയാണ് അജപാലനത്തിൻ്റെ കരുത്ത്. 1 പത്രോസ് 1:15-16 വാക്യങ്ങളിൽ പത്രോസ് പറയുന്നു: നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവിൻ. വിളിച്ചത് വിശുദ്ധനായ കർത്താവാണ്. വിളിച്ചിരിക്കുന്നത് വിശുദ്ധരായി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ചെമ്മാശന്മാർ മുട്ടുമേ നിൽക്കും. ചെമ്മാശന്മാരോടും നമ്മോടെല്ലാവരോടുമായി അഭിമന്യ തിരുമേനി ഇങ്ങനെ കൽപ്പിക്കും: അത്യുന്നതനായ ദൈവത്തിൻ്റെ ദിവ്യ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട നിങ്ങൾ മദ്യപാനത്തിൽ നിന്നും, ദുർമാർഗത്തിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, കാമവികാരങ്ങളിൽ നിന്നും, ആഭിചാരത്തിൽ നിന്നും, ശത്രുതയിൽ നിന്നും, ലിസ്റ്റ് തീരുന്നില്ല, അങ്ങനെയുള്ള എല്ലാ പാപസ്വാധീനങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ കാത്തുകൊള്ളണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. എന്തിനാണ് ഈ കൽപ്പന വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? ഈ നിയോഗം അത്രമേൽ പരിപാവനമായതുകൊണ്ട് മാത്രമാണ്. ഈ കൽപ്പന പാലിക്കുന്നവർക്ക് കർത്താവ് സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്: മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. കഠിനമായ ശിക്ഷണമാണ്, ബോധപൂർവമായ ശിക്ഷണമാണ്. ഒരു ചെറിയ തെറ്റിനെ പോലും ഗൗരവമായി കാണാനുള്ള വലിയ ദർശനമാണ്. പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം റെസ്ലിംഗിൽ വിനേഷ് ഫോഗട്ടിന് ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടത്
100 ഗ്രാം ശരീരഭാരം കൂടിയത് കൊണ്ടാണ്. ഈവൻ 100 ഗ്രാംസ് മാറ്റേഴ്സ്. ചെറിയ തെറ്റിനെ പോലും ഗൗരവമായി കാണേണ്ട കാലമാണ്. ശൂന്യംകാരത്തി ഇപ്രകാരം പറഞ്ഞില്ലേ, കൂടെ കൂടെ ഇതുവഴി പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. കൂടെ കൂടെ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു, നാളെ കണ്ടു, വീട്ടിൽ വന്നു, വിശുദ്ധൻ തന്നെയാണ്. യാതൊരു വ്യത്യാസമില്ല. ജീവിതം സന്ദേശമാക്കാൻ, പ്രസംഗമാക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഞാനും ശമ്മാശന്മാരും നാം എല്ലാവരും. ദൈവവചനം സധൈര്യം സമ്പൂർണതയിൽ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. തന്നെയും ആടുകളെയും ജാഗ്രതയോടെ പരിപാലിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അപ്രകാരം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വൈദികരാകാൻ, ശുശ്രൂഷകരാകാൻ ദൈവം പ്രിയ ശമ്മാശന്മാരെയും നമ്മേവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വചനധ്യാനം ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.